കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് രഹസ്യമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആവശ്യമുള്ളത് പുറത്തോട്ട് വിടേണ്ടത് നിങ്ങളെ ഏൽപ്പിക്കും. സുന്ദരിയായ പത്രപ്രവർത്തകയുമായിട്ട് കോഴിക്കോട് ഓഫീസിൽ രഹസ്യമായി ഇരുന്ന് ചുണ്ടു ചുവപ്പിച്ച് സംസാരിച്ചതും ഒക്കെ അങ്ങനെ പറയുന്നയാളുടെ പല്ല് അയാളുടെ വായിൽ ഉണ്ടാവൂല എന്ന് ഉറപ്പുള്ള ആളുകളാണ് ഞങ്ങളെല്ലാം. വാപ്പനോട് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് സമസ്തയെ മറ്റുള്ളവർക്ക് ഒറ്റിക്കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കേരള സർക്കാരിൽ നിന്ന് അച്ചാരം വാങ്ങുന്ന മീനടക്കം വാങ്ങി കൊടുക്കിട്ട് പോകും. ഇങ്ങനെ ഒറ്റ കൊടുക്കുന്ന കുറച്ച് ആളുകളായിട്ട് മുദ്ര കുത്തി കുറച്ച് ആളുകളെ ഇങ്ങനെ CPM അനുകൂലികൾ, ലീഗ് വിരുദ്ധികൾ, പാണക്കാട് തങ്ങന്മാരെ എതിർക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ആളുകൾ. ഇനി ഈ പ്രചരണത്തിന്റെ സത്യസന്ധമായ അവസ്ഥകളെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ ഇതാണ് ശരി എന്ന് മനസ്സിലാക്കിയിട്ട് കുറെ തെറ്റിദ്ധാരണ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നടക്കുന്ന യഥാർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോക്കറ്റ് അടിച്ചു. ഈ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോക്കറ്റ് അടിച്ചിട്ട് ആ പോക്കറ്റ് അടിച്ച ആ കള്ളൻ തന്നെ കള്ളൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് ഓടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾ ആരും സംശയിക്കൂല. അയാൾ ആരെടുത്താ പോകണമെന്ന് നോക്കുള്ളൂ. അയാൾ ആരും സംശയിക്കൂല. ഇപ്പൊ ഇവിടെ ഒരു ഭാഗത്ത് കുറച്ച് ആളുകളെ CPM ആക്കുന്നു, കുറച്ച് ആളുകളെ ഗവൺമെന്റിന്റെ വാക്താക്കളാക്കുന്നു, കുറച്ച് ആളുകളെ ഒറ്റുകാരാക്കുന്നു, ചാരന്മാരാക്കുന്നു, പല പേരുകളുണ്ട്. ഇവിടെ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവിടെ ഈ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ യഥാർത്ഥ ചിത്രം നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വിധി വന്നു. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ചില പ്രായപരിധി അനുസരിച്ച് നേരത്തെ പ്രവേശനമുണ്ട്, പക്ഷെ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് വലിയ കേസുകളും വ്യവഹാരങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം സുപ്രീം കോടതി വിധി വന്നു. സുപ്രീം കോടതി വിധി വന്നത് എന്താണ്? കേരളത്തിൽ ഏത് വിശ്വാസിക്കും ശബരിമല ഭക്തനായ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ഇപ്പൊ പുതിയ ഭാഷ അനുസരിച്ചുകൊണ്ട് ആണ് പെണ്ണെന്ന് പറയാൻ പാടില്ല, ഏത് ജെൻഡർ ആണെങ്കിലും ശബരിമലയിൽ തീർത്ഥാടനത്തിന് പോവാം. ഇങ്ങനെ അനുകൂല വിധി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യഥാർത്ഥ ഹൈന്ദവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആചാരത്തിനെതിരാണ് ഈ സുപ്രീം കോടതി വിധി. പക്ഷെ നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരാണെങ്കിലോ അവർ നിരീശ്വരവാദികളാണ്, മതനിഷേധികളാണ്, മതനിരാസവാദത്തിന് പ്രോത്സാഹനം കൊടുക്കുന്ന ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള, മതനിരാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള, അതിനുകൂടി യോജിക്കാവുന്ന സുപ്രീം കോടതി വിധി വന്ന സമയത്ത് കേരളത്തിലെ ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന ഹൈന്ദവ സമൂഹത്തെ ധിക്കരിച്ചുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ട് 2 സ്ത്രീകളെ ശബരിമലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. ഒരു പരിധിവരെ 2 സ്ത്രീകൾ അവിടെ കൊണ്ടുപോയി. ഞങ്ങളിതാ ഈ സ്ത്രീകളെ ശബരിമലയിൽ തീർത്ഥാടനം നടത്തി എന്ന് വരുത്തി തീർക്കുന്ന ഒരു പരിപാടിയിൽ സർക്കാർ ഒരർത്ഥത്തിൽ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ ഈ സുപ്രീം കോടതി വിധിയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് വന്ന വിഷയമാണെങ്കിലും അടിസ്ഥാനപരമായി മതവിശ്വാസികൾക്കെതിരാണ്. ഹിന്ദുക്കൾക്ക് മാത്രമല്ല, മതവിശ്വാസികൾക്കാണ്. കാരണം എന്താണ്? ഒരു വിശ്വാസിയുടെ, ഒരു വ്യക്തിയുടെ വിശ്വാസം, ആചാരം, അനുഷ്ഠാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സംരക്ഷിക്കാനുള്ള മൗലികമായ അവകാശം ഓരോ വ്യക്തിക്കുണ്ട്. ശബരിമലയിൽ ആര് തീർത്ഥാടനം നടത്തണം എന്നുള്ളത് അവിടുത്തെ ആചാര സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ട സംഗതിയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ജുഡീഷ്യറിയിൽ നിന്ന് അതിനനുകൂലമായിട്ട് വിധി വന്നു. ഈ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ BJP ഒരു ഭാഗത്ത് സർക്കാരിനെതിരെ സമരം നടത്തുന്നു, കോൺഗ്രസ് സമരം നടത്തുന്നു. കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വനിതാ ലീഗ് ഉൾപ്പെടെ സമരരംഗത്ത് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ മതവിശ്വാസികളെല്ലാം സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പദ്ധതിക്കെതിരായിരുന്നു. പക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മതവിശ്വാസത്തിന് അതീതമായി ഞങ്ങളുടെ മതനിരപേക്ഷത അനുസരിച്ച് ഞങ്ങളിവിടെ കാര്യം നടപ്പാക്കിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. ഈ ശ്രമം നടന്നു. അടിസ്ഥാനപരമായി ഇതിനെതിരെ വലിയ ഭീഷണികളുണ്ടായി, വലിയ പ്രചാരണങ്ങളുണ്ടായി. കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിനിടയിൽ, ക്രൈസ്തവ സമൂഹത്തിനിടയിൽ പൊതുവെ വിശ്വാസാചാരങ്ങൾക്കെതിരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പദ്ധതിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു. സുപ്രീം കോടതി വിധി നടപ്പാക്കിയേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ സർക്കാരിന് വിശദീകരിക്കാമെങ്കിലും അടിസ്ഥാനപരമായി ഇവിടുത്തെ മതവിശ്വാസികളുടെ താല്പര്യത്തിനെതിരായിട്ടാണ് ഈ വിഷയത്തിൽ സർക്കാർ ബോധിച്ചത്.
അപ്പൊ ജനങ്ങൾക്കിടയിൽ സർക്കാരിന്റെ മുഖം മിനുക്കാൻ വേണ്ടി സർക്കാർ എന്ത് ചെയ്തു? കേരള സർക്കാർ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് സമിതി ഉണ്ടാക്കി. കേരളത്തിലുടനീളം നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി അഥവാ CPM-ന്റെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മതനിരപേക്ഷ സ്വഭാവം അല്ലെങ്കിൽ മതവിരുദ്ധമായ മതനിരാസത്തിൽ അധിഷ്ഠിതമായ അജണ്ടകൾ നടപ്പിലാക്കിയപ്പോൾ അതിനെതിരായി ഉയർന്നു വന്ന പ്രതിഷേധം തണുപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ ഒരുപാട് എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി ഉണ്ടാക്കി. ഈ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റായിട്ട് വെള്ളാപ്പള്ളി നടേശനെ തെരഞ്ഞെടുത്തു. വെള്ളാപ്പള്ളി നടേശനായി തെരഞ്ഞെടുത്തു. 2019 ഒക്ടോബർ 9 വാർത്തയാണ്, പത്രവാർത്തയാണ്, കേരള കൗമുദിലെ വാർത്തയാണ് ഞാൻ വായിക്കുന്നത്. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി വെള്ളാപ്പള്ളി നടേശൻ പ്രസിഡന്റ്. നവംബറിൽ ജില്ലകളിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കും. തിരുവനന്തപുരം നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിക്ക് സ്ഥിരം സംഘടനാ സംവിധാനം ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ചേർന്ന സമിതി യോഗം തീരുമാനിച്ചു. നിലവിൽ സമിതി ചെയർമാനായ വെള്ളാപ്പള്ളി നടേശനെ പുതിയ പ്രസിഡന്റ്. ഇപ്പോൾ കൺവീനറായ പുന്നല ശ്രീകുമാർ ജനറൽ സെക്രട്ടറിയും പുതിയ ഭാരവാഹികളടക്കം 18 അംഗ സെക്രട്ടേറിയറ്റും രൂപീകരിച്ചു. മറ്റു ഭാരവാഹികൾ: അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് MP ട്രഷറർ, പി രാമഭദ്രൻ ഓർഗനൈസിംഗ് സെക്രട്ടറി, ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ്, ബി രാഘവൻ, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ വൈസ് പ്രസിഡന്റുമാർ എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ. സെക്രട്ടേറിയറ്റ് മെമ്പർമാർ: അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി, അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി, PK സജീവ്, EA ശങ്കരൻ, KT വിജയൻ, അഡ്വക്കേറ്റ് BR രാജു. അങ്ങനെ 10-18 ആൾക്കാരുണ്ട്. എന്താ ഇതിന്റെ ലക്ഷ്യം? ആരാ പിണറായിന്റെ ആൾക്കാർ? എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഈ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലുള്ള ആചാര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ആയതുകൊണ്ട് ഏത് സമുദായത്തിനെ സേവനം ചെയ്യാൻ പോണത്? എന്താണ് ഇതിന്റെ ലക്ഷ്യം? ആരാണ് സർക്കാരിനെ? നമ്മുടെ സമസ്തയുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയെ കാണാൻ പോകാറുണ്ട്. ഇതേപോലെ തളയും കൊണ്ടിട്ടല്ല പോകാറുണ്ട്. സമസ്തയുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയെ കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പത്രത്തിൽ ഫോട്ടോ ഉണ്ടാവും. ഇന്നാലിന്ന ആവശ്യങ്ങൾ നിവേദനം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയെ കണ്ടു, മുഖ്യമന്ത്രി ഇതിനാണ് പ്രതികരിച്ചത്. അതിന്റെ വാർത്തയും ഫോട്ടോ ഉണ്ടാകും. തലയിൽ മുണ്ടിട്ടിട്ട് സമസ്തയുടെ നേതാക്കൾ ഇന്നുവരെ മുഖ്യമന്ത്രിയോ മറ്റു വകുപ്പ് മന്ത്രിമാരെയോ സർക്കാരിനെ സമീപിച്ചിട്ടില്ല. ഇവിടെ ഒരു ഭാഗത്ത് സമസ്തയെയും അതിന്റെ നേതാക്കളെയും ഇങ്ങനെ ഈ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് തലയിൽ മുണ്ടിട്ടിട്ട് ഇതേപോലെയുള്ള തനി യുക്തിവാദികളുടെ, നിരീശ്വരവാദികളുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ള നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയിൽ മെമ്പറായി തീർന്നിട്ടില്ല. ഈ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഇതിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി രൂപീകരിക്കാൻ, അത് കോർഡിനേറ്റ് ചെയ്യാൻ ഈ മഹാനെ തന്നെ ഏൽപ്പിച്ചു. കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരക ഓഡിറ്റോറിയത്തിൽ ഇതിന് യോഗം വിളിച്ചു. ഈ യോഗത്തിൽ ഇദ്ദേഹവും 4 മാഫികളും പങ്കെടുത്തു. ഈ യോഗത്തിന്റെ ചർച്ചകൾ മുഴുവൻ നിയന്ത്രിച്ചത് ഇദ്ദേഹമായിരുന്നു. എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഇദ്ദേഹം മുസ്ലിം ലീഗിനെ തോളിലേറ്റിയിട്ട് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് വല്ലാതെ കരഞ്ഞു നടക്കുന്ന ഒരു മൊയിലായിട്ട് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കൂടെ നിന്നിട്ട് ഈ രാതി പരിപാടിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിക്ക് നേതൃത്വം കൊടുക്കാനും അതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാകാനും മുന്നോട്ട് വന്നു. തീർന്നില്ല. ഈ നവോത്ഥാന സംരക്ഷണ സമിതി കേരളത്തിൽ നടത്തിയ പരിപാടി എന്താണെന്നറിയോ? വനിതാ മതിൽ. ഈ വനിതാ മതിൽ കൊണ്ട് ആർക്കാ ഗുണം? മുസ്ലിം സമുദായത്തിന് ഗുണമുണ്ടോ? അല്ല. സമന്വയ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇവർ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അപ്പൊ ആരാണ് ഇവരുടെ കളിപ്പാവ? ആരാണ് അച്ചാരം വാങ്ങിയത്? ആരാണ് ചാരപ്പണി എടുത്തുകൊണ്ടിരിക്കുന്നത്? سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك وحمدك
اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم صل على فرد وما قرانا وقدية واسنا ورحمة النازلة ورحمة شاملة. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.